അവരുടെ ചെറിയ കുട്ടികളെയും കൈപിടിച്ച് മർക്കസിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, ഉത്തരോത്തരം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നേടാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞത് ഈ ഉലമാക്കൾ വരിവരിയായി വരുന്ന, നിരനിരയായി വരുന്ന സഖാഫി പട, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിന്റെ ആത്മീയ രംഗം, കേരളത്തിലെ മഹല്ലുകൾ സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്കീഴിൽ പ്രവർത്തിക്കണം എന്ന് പറയുകയും അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തുകയും ചെയ്യുന്ന ഈ മഹാന്മാരായ ഉലമാക്കളുടെ ആശീർവാദം നേടാൻ വേണ്ടി വരുന്ന സഖാഫികൾ, അൽഹംദുലില്ലാ, ആ സഖാഫികളെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഈ മഹത്തായ സമ്മേളനം. ഇന്ന് മർക്കദു സഖാഫത്തി സുന്നിയയുടെ ഒരു ശബ്ദം കേട്ടാൽ, കാശ്മീരിൽ നിന്ന് മർക്കസ് എന്ന് വിളിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു ടീം വർക്ക് മർക്കസ് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡൽഹിയിലും ബോംബെയിലും മദ്രാസിലും കൽക്കത്തയിലുമൊക്കെ മർക്കദു സഖാഫത്തി സുന്നിയയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹു തആല അദ്ദേഹത്തിനും നമ്മുടെ നേതാക്കൾക്കും ദീർഘായുസ്സു നൽകട്ടെ. കൽക്കത്തയിലെ ചേരി പ്രദേശങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ പ്രയാസപ്പെടുന്ന പാവങ്ങളെ ദത്തെടുക്കാൻ വിവിധ മതസമുദായങ്ങളും വിവിധ ടീമുകളും അവിടെ രംഗത്ത് വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായി അവിടെ ഓടിയെത്തിയത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ആയിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, കുടിവെള്ളത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കൽക്കത്തയിലെ ജനങ്ങൾക്ക് കിണറുകൾ കുഴിച്ചു നൽകി, അവിടെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പള്ളിയുണ്ടാക്കി. ഡൽഹി ഈജിപ്ത് എംബസിയുടെ ഓഫീസിലൊരു ദിവസം ചെന്നപ്പോൾ, വെള്ളിയാഴ്ച ജുമയ്ക്ക് പ്രാർത്ഥനയുടെ ഘട്ടമെത്തിയപ്പോൾ മരത്തിന്റെ ചുവട്ടിലേക്ക് അവർ വഴി കാണിച്ചു വന്നു ജുമ നിസ്കരിക്കാൻ. അൽഹംദുലില്ലാ, ആ ഡൽഹിയില് ഇന്ന് 5 പള്ളികൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ 100 കണക്കിന് സേവന പ്രവർത്തനങ്ങൾ റബ്ബിന്റെ സഹായം കൊണ്ട് ഇനിയും നമുക്ക് വളരാനുണ്ട്. പ്രഭാതങ്ങൾ പൊട്ടിവിടരുമ്പോൾ വല്ലൈലി ഇദാ യഗ്ശ വന്നഹാരി ഇദാ തജല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ രാവും പകലും മാറി മാറി വരുന്ന രാപ്പകലുകൾ, ഇരുട്ടുള്ള രാത്രികൾ, തെളിച്ചമുള്ള പകലുകൾ, അത് മാറി മാറി വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ആ റബ്ബ് വലിയ മാറ്റങ്ങൾ മുസ്ലിം സമുദായത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ ഒരൊറ്റക്കൊടിയിൽ, ഹുബ്ബുർ റസൂൽ എന്ന ഒറ്റക്കൊടിയുടെ കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ മർക്കദു സഖാഫത്തി സുന്നിയക്ക് കഴിയുമെന്ന് നാം ആഗ്രഹിക്കുകയാണ്. ചമഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനം കാണുമ്പോൾ കടമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ പറയട്ടെ, കടം ഇല്ലാത്തത് കൊണ്ടല്ല, കടം തന്നെയാണ്. തുണിയും കുപ്പായവും എല്ലാം അണിഞ്ഞ് നമ്മൾ മൊഞ്ചാകുമ്പോഴും നമുക്ക് കടമുണ്ടല്ലോ. അതുപോലെ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ആ ഇസ്സത്ത് നിലനിർത്താൻ, ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ, നമ്മുടെ സമുദായത്തിനും പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകുകയും ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നേതാക്കളെയും മഹാന്മാരെയും ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ അതിഥികളെയും വിശിഷ്ട വ്യക്തികളെയും നേതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയ മുഅ്മിനീങ്ങളെ, എനിക്ക്
വയസ്സും കുറേ അങ്ങെത്തി, ആരോഗ്യമില്ലാത്ത അവസരത്തിൽ ഞാൻ സംസാരിക്കാൻ തന്നെ എനിക്ക് സാധ്യമല്ല. എങ്കിലും നിങ്ങൾ ഒറ്റൊന്ന് മനസ്സിലാക്കണം, ലോകത്ത് ശരിയായ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്തായി അഹ്ലുസുന്നത്തി വൽ ജമാഅ? സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടി, സഹാബത്താകുന്ന ജമാഅത്ത്. അവരാരാ? റളിയല്ലാഹു തആല അൻഹും വറളു അൻഹു. അല്ലാഹു അവരെ തൊട്ടും അല്ലാഹനെ തൊട്ടും അവരെ തൊട്ടും അല്ലാഹു തൃപ്തിപ്പെട്ട കക്ഷികൾ. അവരെ ഇവിടെ ഹക്കിന്റെ അഹലുകാരുള്ളൂ. അല്ലാത്തതൊക്കെ എന്ത് കോലം പറഞ്ഞാലും അതൊക്കെയും ബാത്തിലാകും, അതൊന്നും സ്ഥലത്തെത്തുകയില്ല. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ തീരെ ആരോഗ്യമില്ല, പറയും മതിയായി, ക്ഷീണവുമാണ്. അതുകൊണ്ട് ഇവരെല്ലാം പറയുന്നത്, പ്രത്യേകിച്ച് AP ഒക്കെ നല്ലോണം സംസാരിക്കും. അതുപോലെ അവിടെ എത്രയോ ആലിമീങ്ങൾ സംസാരിക്കാനുണ്ട്. അവരെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ശരിയായ ദീന് സുന്നത്ത് ജമാഅത്താണ്. അതായത് സുന്നത്ത് റസൂലില്ലാഹി വ ജമാഅത്തി സഹാബ. റസൂലിന്റെ നടപടി സഹാബത്താകുന്ന ജമാഅത്ത്, ഏതെങ്കിലും ജമാഅത്തല്ല. അതിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊള്ളണം. അല്ലെങ്കിൽ നമ്മളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് രണ്ടു വീട്ടിലും അല്ലാഹു നമ്മളെ പരിപൂർണ വിജയികളാലാക്കട്ടെ. അതിനെ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. تهتدون الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. ورحمة الله. السلام عليكم ورحمة الله. ആ ശുഭമുഹൂർത്തത്തിൽ മർക്കസ് 33-ാം വാർഷിക സമാപന മഹാസമ്മേളന ഉദ്ഘാടനം ഈജിപ്ത് ഗ്രാൻഡ് മുഫ്തിയും ഇസ്ലാമിക വിചക്ഷണനുമായ ഷെയ്ഖ് അലി ജുമുഅ നിർവഹിച്ചു. مستمعون إلى الخطبة الافتتاحية لهذا المؤتمر التاريخي لجامعة مركز الثقافة السنية، والتي يلقيها سماحة الأستاذ الدكتور علي جمعة مفتي الديار
المصرية، فليتفضل سماحته مشكورا. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا رسول الله وآله وصحبه ومن والاه. سماحة الشيخ أبو بكر أحمد، الضيوف الكرام والحضور الكريم، السلام عليكم ورحمة الله وبركاته. يقول سيدنا رسول الله صلى الله عليه وآله وسلم: من لم يشكر الناس لا يشكر الله. وعملا بسنته الشريفة الكريمة، فإنني في بداية حديثي، وقد من الله سبحانه وتعالى وحده بالحضور من بلاد بعيدة في المسافة قريبة من القلوب، أتقدم بالشكر لهذه الجامعة السنية السنية، وبالشكر إلى حكومة هذه الولاية، وأدعو لها أن يجعل الله بركته فيها، وإلى حكومة الهند التي يسرت لي هذه الزيارة حتى ألتقي بالأحبة بكم في هذا المكان الشريف. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി ഞാൻ ഈ സ്ഥാപനത്തിനും സാരഥിക്കും നന്ദി പറയുകയാണ്. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല എന്ന തിരുവചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കി വളരെ വിദൂര നാട്ടിൽ നിന്നും ഇവിടെ സംബന്ധിക്കാൻ എനിക്കു സാധിച്ചത്, ഈ മഹാജനസാഗരത്തെ അഭിസംബോധന ചെയ്യാൻ സ്നേഹജനങ്ങളോട് ഒത്തുകൂടാൻ സാധിച്ചതിൽ എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സ്ഥാപനത്തോടും ഇതിന്റെ സാരഥി ഷെയ്ഖ് അബൂബക്കറിനോടും കേരള ഗവൺമെന്റ് ഈ കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നതിനും ഇന്ത്യ ഗവൺമെന്റ് എന്റെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതിനും പ്രത്യേകമായി ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ونحن في هذا العام 33 من إنشاء هذا المكان المبارك نرى ديمومة العمل التي باركها رسول الله صلى الله عليه وسلم، وهذا يوجب تحية للقائمين على هذا العمل، ويوجب الدعاء لهم بأن يكونوا على منهج رسول الله صلى الله عليه وسلم. 33 വർഷമായി നിരന്തരമായ കഠിന പരിശ്രമത്തിലൂടെ വളർത്തിയെടുത്തൊരു സ്ഥാപനത്തിന്റെ വാർഷികത്തിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. ഈയൊരു സന്ദർഭത്തിൽ എങ്ങനെ നാം ഇതിനെ പ്രശംസിക്കാതിരിക്കും? തീർച്ചയായും നിരന്തരമായ പ്രവർത്തനം, തുടർച്ചയായ കർമ്മങ്ങൾ, അതിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. درج العلماء من المحدثين والفقهاء أن يتبركوا بسيدنا رسول الله صلى الله عليه وسلم، وأن يبدأوا علاقتهم بتلاميذهم، وكنا منهم، بحديث الأولية، وهو يترجم عن القرآن وعن رسول الرحمن صلى الله عليه وسلم وعن الدين في حقيقته وظاهره وباطنه. أيها الخريجون،
إذا كنتم قد أتقنتم علوم الشريعة